നമ്മളൊക്കെ ഒത്തിരി കേട്ടിട്ടുള്ള ഒരു പദമാണ് അഗാപ്പെ. നമ്മുടെ പല ക്യാമ്പുകൾക്കും പല പരിപാടികൾക്കൊക്കെ ഈ പദം ഉപയോഗിക്കാറുണ്ട്. ആദിമസഭ അവരുടെ വിശ്വാസവും സ്നേഹവും ഐക്യവും സാഹോദര്യവും ഒക്കെ പ്രകടിപ്പിക്കാനായി ഒരുമിച്ച് കൂടുകയും ഒന്നിച്ച് ഭക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഒരേ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ഒക്കെ ചെയ്ത ഈശോയുടെയും ശിഷ്യന്മാരുടെയും മാതൃകയിലുള്ള ഗാഢമായ സ്നേഹബന്ധം പ്രകടിപ്പിക്കാനാണ് ആദിമസഭ സ്നേഹവിരുന്ന് നടത്തിയിരുന്നത്. ഭവനങ്ങളിലെ സ്നേഹവിരുന്ന് അപ്പസ്തോലിക സഭയുടെ പാരമ്പര്യം തന്നെയാണ്. വിശുദ്ധ കുർബാന സ്ഥാപനത്തോടനുബന്ധിച്ചുള്ള ഒരു സ്നേഹവിരുന്നായി അന്തിമ ഭോജനത്തെ മനസ്സിലാക്കിയ ആദിമസഭ കുർബാനയ്ക്ക് മുമ്പ് സ്നേഹവിരുന്ന് നടത്തി. എന്നാൽ 2-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ കുർബാനയിലുള്ള ആദരവും ഭക്തിയും വർദ്ധിപ്പിക്കാനായി വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പ് ഉപവാസം ആരംഭിച്ചു. ക്രമേണ കുർബാനയ്ക്ക് മുമ്പുള്ള സ്നേഹവിരുന്ന് നിലച്ചു പോവുകയും ചെയ്തു. ആഘോഷങ്ങളോടനുബന്ധിച്ച് ദേവാലയത്തിൽ സ്നേഹവിരുന്ന് നടത്തുന്ന പതിവ് നമ്മൾ മാർത്തോമ നസ്രാണികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ദേവാലയത്തിൽ സ്നേഹവിരുന്നോടുകൂടി പൊതുവായിട്ടുള്ള ഉപവാസമൊക്കെ അവസാനിപ്പിക്കുന്ന പതിവും നമുക്കുണ്ട്.